കോവിഡ് രോഗികളുടെ അതിജീവന നിരക്കിൽ കേരളം ഒന്നാമത്. ആദ്യ സ്ഥാനത്തുണ്ടായിരുന്ന ഹരിയാനയെ കേരളം പിന്തള്ളിയിരിക്കുകയാണ്. ഇപ്പോൾ വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും ശരത്ത് ചേരുകയാണ്. ശരത്ത്, 80 വയസ്സ് പിന്നിട്ട കൊറോണ ബാധിതരെ വരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ചരിത്രം ഇന്ത്യയിൽ തന്നെ ആദ്യമാണ്. അത് കേരളമാണ് കുറിച്ചത്. ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്ന കണക്കുകളിൽ കേരളത്തിന്റെ ഈ പ്രതിരോധ നടപടികളെ എങ്ങനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? ജീന, ഇന്ന് രാവിലെ 8 മണി വരെയുള്ള കണക്ക് പ്രകാരമാണ് കേരളം ഈ രോഗികളുടെ അതിജീവന നിരക്കിൻ്റെ കാര്യത്തിൽ ഒന്നാമതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ ഹരിയാനയെ ഈ അതിജീവന നിരക്കിൻ്റെ കാര്യത്തിൽ കേരളം മറികടന്നിരുന്നു. ഇതോടുകൂടിയാണ് ഇത്തരത്തിൽ കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ നിലവിൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രോഗികളുടെ എണ്ണവും രോഗവിമുക്തി നേടിയവരുടെ എണ്ണവും താരതമ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ശതമാന കണക്കെടുക്കുമ്പോൾ ഏറ്റവും മുൻപന്തിയിലാണ് കേരളം ഉള്ളത്. കേരളത്തിൽ 24% പേർ, ആകെ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 24% പേർക്ക് ഇത്തരത്തിൽ രോഗവിമുക്തി ഉണ്ടാകുന്നു എന്നുള്ള തോതിലാണ് ഇപ്പോഴത്തെ അതിജീവനത്തിൻ്റെ നിരക്ക് സൂചിപ്പിക്കുന്നത്. ഇത് ഇന്നത്തെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരമാണ് ഇങ്ങനെയൊരു നിരക്ക് ഉള്ളത്. അടുത്തുള്ള ഹരിയാന, ഏറ്റവും രണ്ടാമതുള്ള ഹരിയാനയുടെ കണക്ക് പരിശോധിക്കുമ്പോൾ അത് 19%. അത്തരത്തിലുള്ള ഒരു കണക്കാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. കേരളത്തിൽ ആകെ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 345 ഈ 345 കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 83 പേർക്ക് ഇപ്പോൾ ഈ അസുഖം ഭേദമായി. അങ്ങനെയാണ് 24% എന്നുള്ള ഒരു അതിജീവന നിരക്ക് കണക്കാക്കിയിരിക്കുന്നത്. മറുവശത്ത് ഹരിയാനയിൽ വെറും 147 കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. ആ ഒരു 147 കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 28 പേരുടെ രോഗം ഭേദമായി. അത്തരത്തിൽ നോക്കുമ്പോൾ തീർച്ചയായും ഈ സംഖ്യകളുടെ അന്തരം, ആകെ പോസിറ്റീവ് കേസുകളിലെ അന്തരം പരിശോധിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വ്യത്യാസവും കേരളവും ഹരിയാനയും തമ്മിലുള്ള വ്യത്യാസം കൂടി നോക്കുമ്പോൾ കേരളത്തിൻ്റെ നേട്ടം കുറെ കൂടി മികവുറ്റതാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ കഴിഞ്ഞ 2 ദിവസം മുൻപ് വരെ ഹരിയാനയുടെ അതിജീവന നിരക്ക് 28% എന്നുള്ള നിലയിലായിരുന്നു. പിന്നീട് ഹരിയാനയിൽ കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതേസമയം തന്നെ രോഗവിമുക്തരാകുന്ന രോഗികളുടെ എണ്ണം കുറയുകയും ചെയ്തു. അതേസമയം കേരളത്തിലാകട്ടെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കൂടുതൽ പോസിറ്റീവ് കേസുകൾ എത്ര പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുവോ അതിനേക്കാൾ ഏറെ പേർ രോഗവിമുക്തി നേടുന്ന ഒരു സാഹചര്യവും കേരളത്തിലുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ കേരളത്തിൻ്റെ അതിജീവന നിരക്കിൽ കാര്യമായ ഒരു വ്യത്യാസമുണ്ടായത്. ഇപ്പോഴത്തെ ഈ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ഒരു കേരളത്തിൽ ആകെ രോഗം ബാധിക്കുന്നവരിൽ 4/1 ആളുകളുടെ രോഗവും ഭേദമാകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഒരു കണക്കിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ദേശീയ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോഴും വലിയ ഒരു മുന്നേറ്റം തന്നെയാണ് കേരളത്തിൻ്റെ കണക്കുമായി നോക്കുമ്പോൾ ഉള്ളത്. കാരണം ഇപ്പോൾ ദേശീയ ശരാശരി 8.2 അതിജീവന നിരക്ക് നോക്കുമ്പോൾ 8.2 ദേശീയ ശരാശരി. ആകെ 5734 രോഗികളുള്ളതിൽ 473 പേർക്ക് രോഗം ഭേദമായി എന്നുള്ളതാണ് ഇന്ന് രാവിലെ 8 മണിക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയ കണക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 8.2 പേർക്ക് രോഗം ഭേദമാകുന്നു എന്നുള്ളത് രാജ്യത്തിൻ്റെ പൊതു ചിത്രം. അങ്ങനെ ഇരിക്കെ കേരളത്തിൻ്റെ ഈ ഒരു ശതമാനവുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ 3 ഇരട്ടിയോളം വർധനവാണ്, 3 ഇരട്ടിയോളം അതിജീവന നിരക്ക് കൂടുതലാണ് കേരളത്തിൻ്റേത് എന്ന് നമുക്ക് കാണാനും സാധിക്കും. മധ്യപ്രദേശിൻ്റെ കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം മധ്യപ്രദേശിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന കണക്ക് പ്രകാരം 229 ആകെ പോസിറ്റീവ് കേസുകൾ. അത്തരത്തിൽ 229 കേസുകളുള്ള മധ്യപ്രദേശിൽ ഒരാളുടെ പോലും രോഗം ഭേദമായതായി റിപ്പോർട്ടില്ല. അതായത് അവിടുത്തെ അതിജീവന നിരക്ക് 0 എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. അതോടൊപ്പം മറ്റ് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മറ്റ് സംസ്ഥാനങ്ങളെ കൂടി പരിഗണിക്കുമ്പോൾ കേരളത്തിൻ്റെ നേട്ടം എത്രത്തോളം സുപ്രധാനമാണ് എന്ന് മനസ്സിലാകും. ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ബഹുഭൂരിഭാഗം സംസ്ഥാനങ്ങളുടെയും അതിജീവന നിരക്ക് എന്ന് പറയുന്നത് 10%-ലും താഴെയാണ്. രാജസ്ഥാനും തെലങ്കാനയും ഉത്തർപ്രദേശും, ഈ 3 സംസ്ഥാനങ്ങളിൽ അതിജീവന നിരക്ക് 10%-ൽ താഴെയാണ്. ഇവിടെ രാജസ്ഥാനിൻ്റെ അതിജീവന നിരക്ക് എന്ന് പറയുന്നത് 5.5%. തെലങ്കാനയുടേതാകട്ടെ 8.1, ഉത്തർപ്രദേശിൻ്റേത് 7.
ഒന്നാണ്. മറ്റ് ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, അതായത് തമിഴ്നാടും ആന്ധ്രാപ്രദേശും, അവിടെ ഇതിനേക്കാൾ സ്ഥിതി വളരെ പരിതാപകരമാണ് എന്നാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ഈ സംസ്ഥാനങ്ങൾ രണ്ട് സംസ്ഥാനങ്ങളും നോക്കുമ്പോൾ അവിടുത്തെ അതിജീവന നിരക്ക് എന്ന് പറയുന്നത് ഡൽഹിയുടേത് പരിഗണിക്കുമ്പോൾ 3.1 അവിടുത്തെ അതിജീവന നിരക്ക്. തമിഴ്നാട്ടിൻ്റേത് 2.8% മാത്രമാണ്. അതേസമയം ആന്ധ്രാപ്രദേശിൻ്റേതാകട്ടെ 1.7. ഇത്തരത്തിൽ ഈ പോസിറ്റീവ് കേസുകൾ ഏറെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇങ്ങനെയുള്ള 10ഓളം സംസ്ഥാനങ്ങളിൽ എല്ലാം അതിജീവന നിരക്ക് 10% കുറവാണ് എന്നിരിക്കെയാണ് കേരളത്തിൻ്റേത് 24% എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ ഇന്നലെ വരെ മഹാരാഷ്ട്രയുടെ അതിജീവന നിരക്ക് എന്ന് പറയുന്നത് ഒരു 8%-നടുത്തായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ആകുമ്പോഴേക്ക് അതിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ അതിജീവന നിരക്ക് ഇപ്പോൾ 10.3% ആയിട്ടുണ്ട്. ജീന. ശരി, ശരത്താണ് അതിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കോവിഡ് രോഗികളുടെ അതിജീവന നിരക്കിൽ കേരളം ഒന്നാമതെത്തിയിരിക്കുകയാണ്. ഹരിയാനയെ മറികടന്നാണ് കേരളത്തിന്റെ ഈ നേട്ടം.